ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 464 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള ഗാന്ധിനഗറിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിൽ ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ കാണുവാൻ വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 7.5 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. 4 ബെഡ്റൂമുകളുണ്ട്. നിങ്ങൾ ആ വീടിൻ്റെ മുൻവശത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മുറ്റമൊക്കെ നന്നായിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ ആ ഉള്ള ഇടയിൽ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഇതൊരു വില്ലയാണ്, 4 BHK വില്ലയാണ്. നല്ല തൂണുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് വിരിച്ച സിറ്റ് ഔട്ടും അതോടൊപ്പം തന്നെ വീടിൻ്റെ ആ ഒരു മുൻവശത്തെ ആ വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. 1.8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ MC റോഡിലോട്ടുള്ള ദൂരം. വീടിൻ്റെ ആ മുൻവശത്തെ കാഴ്ച നല്ല ചെടികളും ഒക്കെ വെച്ചേക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ നമുക്ക് തോന്നും. റെഡ് പാമും അതുപോലെ തന്നെ നല്ലൊരു കാർ പോർച്ചും കാര്യങ്ങളും എല്ലാം തന്നെ വീടിൻ്റെ ആ മുൻവശത്തെ ആ ഒരു സ്പേസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 500 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. മെഡിക്കൽ കോളേജ് റോഡാണ്. മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നുള്ള ദൂരമാണ് നമുക്ക് ഈ 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് വീടിൻ്റെ ആ ഒരു സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ആ ഒരു ഏരിയയെല്ലാം നമുക്ക് കവർ ചെയ്ത് ഇങ്ങനെ ആ ഒരു ഫ്രണ്ടേജൊക്കെ നമുക്ക് നോക്കി നേരെ അകത്തേക്ക് പ്രവേശിക്കാം. വീടിൻ്റെ ആ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 1.9 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടുള്ള ദൂരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരെ എത്താനായിട്ട് 1.9 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമുക്ക് വീടിൻ്റെ ആ മുൻവശത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ നന്നായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. 5.5 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമുക്ക് വീടിൻ്റെ ഉള്ളിൽവശത്തേക്ക് പ്രവേശിക്കാം. നല്ല ഗ്രാനൈറ്റൊക്കെ വിരിച്ച ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സിറ്റ് ഔട്ട്, അകത്ത് നല്ല ടൈലുകളൊക്കെ വിരിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ലിവിങ് ഏരിയ നമുക്ക് കാണുവാൻ കഴിയും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ്. 7.2 കിലോമീറ്റർ മാത്രമാണ് ഏറ്റുമാനൂർ ടൗണിലോട്ടുള്ള ദൂരം. 7.2 കിലോമീറ്റർ ഫ്രം ഏറ്റുമാനൂർ ടൗൺ. നമുക്ക് ബെഡ്റൂമിലൊക്കെ ആദ്യം ഒരു ബെഡ്റൂം കാണാനായിട്ട് കയറാം. ഫസ്റ്റ് ബെഡ്റൂം AC ഫിറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കബോർഡുകളും എല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ആ ഒരു പോർഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ബാത്റൂമൊക്കെ ആണെങ്കിലും ഗ്ലാസും കാര്യങ്ങളും പാർട്ടീഷനും എല്ലാം നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമും നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ അടിവശത്ത് ധാരാളം ഇടം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അയൺ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട് തിരിക്കുവാണെങ്കിൽ നമുക്ക് അധികം ഇട പോകുന്നില്ല. ഇവിടെയാണ് നമുക്ക് വരുന്ന ആ ഒരു ഡൈനിങ് ഏരിയ. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ കർട്ടനും കാര്യങ്ങളും എല്ലാം കൂടെ ആ റൂമിനും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ബാത്റൂമും ഉണ്ട്.
എല്ലാം വുഡൻ ഡോറുകളും കാര്യങ്ങളുമാണ് ഈ ഒരു വീടിന് അവർ നൽകിയിരിക്കുന്നത്. നമുക്കിനിയും ഡൈനിങ് ഏരിയയും കഴിഞ്ഞ് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ആ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മുടെ ഡൈനിങ് ഏരിയയും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കബോർഡും എല്ലാം വളരെ മാച്ച് ചെയ്യുന്നുണ്ട്. നേരെ നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് കിടക്കാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ വുഡൻ വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നല്ല വുഡൻ ഫിനിഷോട് കൂടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഫ്ലോറിങ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ആ ഒരു ഏരിയയ്ക്ക് വളരെ ഭംഗി ഉളവാക്കുന്നു. രണ്ടാമത്തെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. കിച്ചണിലും അത്യാവശ്യം വേണ്ട കബോർഡുകളെല്ലാം നൽകി, അത്യാവശ്യം സ്റ്റോറേജ് പ്രൈസുകളെല്ലാം നൽകി നന്നായി തന്നെ രണ്ടാമത്തെ കിച്ചണും അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയും സ്റ്റൗവും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു വാതിലാണ്, കിച്ചണിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലാണത്. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാനും ഒക്കെയുള്ള വളരെ വേഗം കിട്ടുന്നൊരു ആക്സസ്സാണ്. അതുപോലെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളും എല്ലാം വാങ്ങിക്കുവാനും ഒക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. ബാങ്കുകൾ, കോളേജുകൾ, സ്കൂളുകൾ എല്ലാം തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പുകളും ബസ്സും ഒക്കെ വരുന്ന ഏരിയയാണ്. നല്ല മനോഹരമായ ഒരു സ്റ്റെപ്പാണ് മുകളിലേക്ക് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ കയറി വരുമ്പോൾ നല്ല മനോഹരമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ലിവിങ് ഏരിയ. അവിടെ ഒരു ആട്ടുകട്ടിലും അല്ലെങ്കിൽ ഇതെല്ലാം നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ്. ഇവിടെയൊക്കെ നല്ല വെളിച്ചം, പകൽ സമയത്ത് ലൈറ്റൊന്നും ഇടാതെ തന്നെ നമ്മുടെ എല്ലാ റൂമുകളിലേക്കും വെളിച്ചവും എല്ലാം നന്നായി തന്നെ ലഭിക്കുന്നുണ്ട്. കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആ ഒരു ബെഡ്റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബാൽക്കണിയാണ് ഒരു പ്ലസ് പോയിൻ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ചാരുവെഞ്ചും എല്ലാം നൽകി അത് അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. അവിടെയും കബോർഡുകളും AC-യും മറ്റും കാര്യങ്ങളും എല്ലാം നൽകി കർട്ടനും എല്ലാം വിരിച്ച് ആ റൂമിന് ഒരു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. വീണ്ടും നമുക്ക് മുകളിലത്തെ ആ ഒരു ഏരിയ കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ആ ലോണ്ടറി റൂമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് തുണിയൊക്കെ വിരിച്ചിടുവാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടുത്തെ അടുത്ത ഒരു രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മോളിൽ നമുക്ക് 2 ബെഡ്റൂമും കൂടാതെ ഒരു ചെറിയ ഒരു ലോണ്ടറി റൂമും അതിനോടൊപ്പം ഉണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നമ്മുടെ റൂം വളരെ മനോഹരമാക്കി തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ ചെറിയൊരു ഓപ്പൺ ടെറസ് നമുക്ക് ബാൽക്കണി നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലർക്ക് അത് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ആ ബാക്കിൽ നിന്നുള്ള ആ ഒരു പോർച്ചാണ്, ഓപ്പൺ പ്ലേസാണ്. ഇവിടെയും ടൈലുകളൊക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെ ഈ ഒരു ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം നെറ്റഡായിട്ട് നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് വിടാൻ മറക്കരുത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ടും അതുപോലെ കോട്ടയം KSRTC സ്റ്റാൻഡ് ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് എളുപ്പമെന്നുള്ള ആക്സസ് ഉണ്ട്. അതുപോലെ ഏറ്റുമാനൂർ ടൗൺ എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഇതിലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ബെല്ലൈക്കനും ഞെക്കുക. നിങ്ങൾക്ക് അതാത് സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തക്ക സമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ വീടിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് ചെയ്ത് ഇതുപോലെ വീഡിയോ എടുത്ത് നമ്മൾ ഇതുപോലെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് വീഡിയോകൾ വിൽക്കുവാനൊക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇതുപോലെ വന്ന് വീഡിയോസ് ചെയ്യുന്നതാണ്. ഈ പ്രോപ്പർട്ടിയുടെ വിലയും വിവരങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. എപ്പോൾ വേണമെങ്കിലും ഈ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് ഒരു കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു കോളും മിസ്സാക്കി വിടാറില്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.